സർക്കാർ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ പോവുകയാണ്. കേരളത്തിനകത്തും പുറത്തുനിന്നുമായി 3000 പ്രതിനിധികൾ പങ്കെടുക്കുന്ന പരിപാടിയാണ് പമ്പാ നദിക്കരയിൽ ആലോചിക്കുന്നത്. പരിപാടിക്ക് സംഘപരിവാറിനും സംസ്ഥാനത്തെ കേന്ദ്രമന്ത്രിമാർക്കും ക്ഷണമുണ്ടെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്. ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ട് ഞങ്ങളില്ല എന്ന് കോൺഗ്രസ് പറയുന്നു. ഞങ്ങളുടെ 99% അംഗങ്ങളും വിശ്വാസികളായതുകൊണ്ട് ഹിന്ദുക്കളുടെ അട്ടിപ്പേർ അവകാശം തങ്ങൾക്കാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു. വിശ്വാസത്തെയും മതത്തെയും രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ തങ്ങൾക്ക് മാത്രം അവകാശമെന്നതാണ് BJP നിലപാട്. CPIM ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട ഹിന്ദു വോട്ടുകൾ തിരിച്ചെത്തിക്കാൻ ശ്രമിക്കുമ്പോൾ തങ്ങളിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്ന വോട്ടുകൾ നഷ്ടപ്പെടുമോ എന്നതാണ് BJPയുടെ ഭയം. CPIM അയ്യപ്പ സംഗമത്തിലൂടെ ലക്ഷ്യമിടുന്ന രാഷ്ട്രീയം എന്താണ്? 2018 ലക്ഷ്യമിട്ട രണ്ടാം നവോത്ഥാനത്തിൽ നിന്നുള്ള പിന്നടത്തമാണോ? ശബരിമലയിലെ സുപ്രീംകോടതി ഉത്തരവിന്റെ ചൂടുപിടിച്ച് വനിതാമതിൽ നടത്തിയ പിണറായി സർക്കാർ ആഗോള അയ്യപ്പ സംഗമം എങ്ങനെ വിശദീകരിക്കും? സുവർണാവസരമോ എന്നതാണ് ചോദ്യം.